നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതിനിപ്പോ നമുക്കിത് ചെയ്യാൻ പറ്റും മോളെ. ഇവരുടെ തെറ്റിദ്ധാരണകളൊക്കെ ഒരിക്കലും മാറും. അതുവരെ ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം. പിന്നെ എന്തിനീ മുത്തശ്ശി മോടെ കൂടെ ഉണ്ട്. ഞാനിവിടെ അധികപ്പറ്റാണോ മുത്തശ്ശി? അയ്യോ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഒരു അധികപ്പറ്റാണെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? എനിക്കങ്ങനെ തോന്നുന്നു മുത്തശ്ശി. ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും പെരുമാറ്റം കാണുമ്പോ. ഏയ്, അങ്ങനൊന്നും മോള് ചിന്തിക്കണ്ട. കുറച്ചു ദിവസം ഞാനൊന്ന് വീട്ടിൽ പോയി നിന്നാലോ മുത്തശ്ശി? എന്താ നിനക്കിപ്പോ അങ്ങനെ തോന്നാൻ? നീയും നന്ദനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? വഴക്കോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല മുത്തശ്ശി, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ വീട്ടിൽ പോയി നിൽക്കണമെന്നൊരു തോന്നല്. അതിനിവിടെ അച്ഛനും അമ്മയൊക്കെ സമ്മതിക്കോ? വീടുമായിട്ടുള്ള ബന്ധം അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ദേ, ആരുടെ സമ്മതം ഇല്ലെങ്കിലും നന്ദന്റെ സമ്മതം മാത്രം മതി നിനക്ക്. നന്ദൻ സമ്മതിക്കോ? ആ, എന്താ സംശയം? അവ സമ്മതിക്കൂന്നേ. ഞാനേ അവനോട് പറയാം. അല്ല, മോള് തന്നെ ചോദിച്ചാ മതി. അതാ വേണ്ടത്. ദേ, അധിക ദിവസം ഒന്നും വീട്ടിൽ നിൽക്കരുത്. അത് അകൽച്ച ഉണ്ടാക്കും കേട്ടോ. മോളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ തമ്മില് പിണക്കൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല മുത്തശ്ശി, പറഞ്ഞല്ലേ. അവനൊരു പാവാ. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ കിടന്നേ പാവേ നട്ടം തിരിയുക. അതിനൊരു മാനസിക പ്രശ്നം ഉണ്ട് അവന്. എല്ലാം ശരിയാകും മോളെ. നന്ദൻ വരുമ്പോഴേ മോള് തന്നെ പറഞ്ഞാ മതി കേട്ടോ. മുത്തശ്ശി. ആ, നന്ദുട്ട നന്ദുട്ടൻ വന്നല്ലോ. ഇനി മോള് പറ. നന്ദ, കുറച്ചു ദിവസം ഞാൻ വീട്ടിൽ പോയി നിന്നാലോ എന്ന് ആലോചിക്കാം.